സുന്നത്ത് ജമാഅത്ത് നശിപ്പിക്കാൻ വേണ്ടി ദുഷ്പ്രചരണം നടത്തുന്ന എല്ലാ ബുഹ്താനി തരീഖത്തുകാരെയും നന്നായി മനസ്സിലാക്കണം. മടവൂർ ശേഖ് പടച്ചോനാണ് പാട്ട് പാടും. അവൻ തന്നെ അടുത്ത് പാട്ട് പാടി പിന്നെ മാലിക്കുൽ മുലൂക്കാണ്, പിന്നെ പറഞ്ഞ് അർസിന്റെ അധിപനാണ്. ഞാൻ പറഞ്ഞ് പച്ച കുഫറാണ്, ഇതൊരൊറ്റ മുസ്ലിമിന്റെ നാവെന്ന് വരാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാല് ഒരു പാട്ട് എന്നെ പറ്റിയും പാടി. ആലിമീങ്ങളെ ചീത്ത പറയുന്ന ബുഹ്താനി തരീഖത്ത്, ബുഹ്താനി തരീഖത്ത് തന്നെ കള്ളം പറയുന്ന തരീഖത്ത് നേരത്തെ. ബുഹ്താൻ തന്നെ കള്ളം, പച്ചക്കള്ളം, കള്ളം മാത്രം പറയുന്ന ബുഹ്താനി തരീഖത്ത്. ഈ ബുഹ്താനി തരീഖത്ത് പോയിട്ട് ഓരോരുത്തർ ഇങ്ങനെ കളവ് ഇങ്ങനെ വിളിച്ചു പറയും, ആലിമീങ്ങളെ ചീത്ത പറയും, ആലിമീങ്ങളെ കുറ്റം പറയുകയും ചെയ്യുമ്പോ അത് തരീഖത്താണെന്ന് വിചാരിച്ച ആളുകൾ പോയി കൂടിയാൽ അവർ നരകത്തിലെത്തും. അപ്പൊ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അവർക്ക് ചെയ്യുന്ന ഉപകാരമാണ്. അമ്പിയാക്കൾ മുഴുവനും ചെയ്ത ദഅവത്തിന്റെ പ്രവർത്തനം അതാണ്. ഈമാൻ തെറ്റിപ്പോകാതെ ജനങ്ങളെ ഈമാനിലേക്ക് കൊണ്ടുവരിക, ഈമാനിലെത്തിയവരെ ഈമാനിൽ പിടിച്ചു നിർത്തുക, അതല്ലേ അമ്പിയാക്കൾ ചെയ്ത ദഅവത്ത്. ആ ദഅവത്താണ് പണ്ഡിതന്മാർക്കും ചെയ്യാനുള്ളത്. അതേ സമയത്ത് അമ്പിയാക്കളുടെ പ്രവർത്തനത്തിൽ ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങളുണ്ട്. സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയാലും നടത്തിയില്ലെങ്കിലും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അതേ ആശയപ്രചരണം നടത്തണം എന്ന് ഞാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അതിനർത്ഥം സാന്ത്വന പ്രവർത്തനം വേണ്ട എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അതേ അങ്ങലെ മദിയനിലെത്തിയപ്പോ അവിടെ രണ്ട് പെൺകുട്ടികൾ നിൽക്കുന്നു. ആ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. മറ്റുള്ളവർ ആടുകളെ വെള്ളം കുടിപ്പിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അവർ പറഞ്ഞു, ഞങ്ങളെ ബാപ്പാക്ക് പ്രായം കൂടുതലായി, അദ്ദേഹത്തിന് ആട്ടിനെയും മേച്ച് വരാൻ കഴിയില്ല, തെളിച്ചു വരാൻ കഴിയില്ല. ഈ ആണുങ്ങളെ കൂടെ പോയി നിന്നിട്ട് ഞങ്ങൾക്ക് വെള്ളം കോരിയെടുക്കാനും പറ്റൂല. നമ്മളെ ഈ ഇലക്ഷനിൽ ജയിക്കുമ്പോൾ തുള്ളുന്ന സൈസ് അല്ലല്ലോ അത് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളല്ലേ. അവൻ ഞങ്ങൾക്ക് അവരെ കൂടെ പോയിട്ട് തിക്ക് കൂട്ടാൻ പറ്റൂല, ഞങ്ങൾ കാത്തിക്കാണ്. മൂസാ നബി അലൈഹി സ്വലാം ആ ആട്ടിനെ കൂട്ടിക്കൊണ്ടുപോയി വെള്ളം കുടിപ്പിച്ച് ആ പെൺകുട്ടികളെ വിട്ടുകൊടുത്തു. ആ വകയിൽ അല്ലാഹു തആല എത്ര റഹ്മത്തും നിഅമത്തുമാണ് മൂസാ നബി അലൈഹി സ്വലാമിന് ചെയ്തു കൊടുത്തത്. ഇത് ആളുകളെ സഹായിക്കുന്ന പ്രവർത്തനമാണ്. അപ്പൊ നമ്മളെ സംഘടന ചെയ്യുന്ന സാന്ത്വന പ്രവർത്തനങ്ങളും അതുപോലുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കണം എന്നല്ല ആ പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം. അതൊക്കെ നിർബന്ധമായും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കാൻ പോകാറുണ്ട്. ജൂതനായ കുട്ടി, ആ കുട്ടി നബി തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ രോഗം കാണാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിനു ശേഷം ആ കുട്ടിയുടെ രോഗം കണ്ടപ്പോൾ അടുത്ത സമയം മരിക്കുമെന്ന് മനസ്സിലാക്കി. ആ കുട്ടിക്ക് ഈമാൻ കിട്ടി. ആ കുട്ടി സ്വർഗത്തിലെത്തണം എന്ന ആഗ്രഹത്തോടെ ഷഹാദത്ത് കലിമ പറയാൻ വേണ്ടി നബി തങ്ങൾ ഉപദേശിക്കുകയും ചെയ്തപ്പോൾ ആ കുട്ടി അച്ഛന്റെ മുഖത്തിങ്ങനെ നോക്കി. അച്ഛൻ പറഞ്ഞു, അബുൽ ഖാസിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും പോലെ ചെയ്തോ മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിപ്പോരുന്ന സമയത്ത് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. നരകത്തിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തിയ പടച്ചവനെ അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, ഈമാൻ രക്ഷപ്പെടുത്തലല്ലേ ഏറ്റവും വലുത്. പക്ഷെ ആ ഈമാൻ രക്ഷപ്പെടുത്താനുള്ള നിമിത്തമുണ്ടായത് എപ്പോഴാ? രോഗിയെ രോഗം കാണാൻ പോയപ്പോഴാ. അപ്പോൾ ഈമാൻ വിതരണം ചെയ്യണമെങ്കിലും ഈമാനിന്റെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിലും ഇത്തരത്തിലുള്ള പൊതുനന്മക്കുള്ള പ്രവർത്തനങ്ങൾ, സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ ധാരാളം നടക്കണം. അത് നടക്കണ്ടെന്നല്ല. നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ അതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ചില കക്ഷികളുണ്ട്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഏറ്റവും മെയിൻ പ്രശ്നം ഏതാണ്? നമ്മുടെ ഏറ്റവും മെയിൻ പ്രശ്നം ഏതാ? സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്, ഇഖാമത്ത് കൊടുക്കൽ സുന്നത്താണ്. എന്നാ നിസ്കാരം ഖളായി പോകുന്നു കണ്ടാലോ, അപ്പൊ ചിലപ്പോ ബാങ്ക് കൊടുക്കാതെ നിസ്കരിക്കണം എന്ന് പറയും, നിസ്കാരത്തിന് പ്രസക്തി നൽകണം എന്ന് പറയും, ഖളായി പോകുമെങ്കിൽ വേഗം നിസ്കരിക്കണം എന്ന് പറയും. അതുപോലെ ഒതുവെടുക്കുമ്പോൾ ഉള്ള സുന്നത്ത്, ആ സുന്നത്ത് ഇപ്പൊ സുന്നത്തല്ല വേണ്ടത്, ഉടനെ ഒതുവെടുത്ത് നിസ്കരിക്കാണ് വേണ്ടത്, ഖളായി പോകരുത് എന്ന് പറയും. അതിനർത്ഥം ഒതുവിന്റെ സുന്നത്ത് എടുക്കണ്ടെന്നല്ല, അതേപോലെ ബാങ്ക് കൊടുക്കണ്ടെന്നല്ല.
ഇതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെയിൻ പ്രശ്നം നമ്മുടെ ഈമാൻ രക്ഷിക്കലാണ്. ഈമാൻ രക്ഷിക്കപ്പെടണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഇവിടെ നന്നായി പ്രചരിപ്പിക്കപ്പെടണം. സുന്നത്ത് ജമാഅത്തിൽ ആരും തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം ജനങ്ങൾ. സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയങ്ങൾ തെറ്റാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അതിന് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പറയണം, അതിന് പ്രസക്തി കൊടുക്കണം എന്നാണ് പറയുന്നതിന്റെ ഉദ്ദേശം. അല്ലാതെ വേറെ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യരുത് എന്നോ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തിവെക്കണം എന്നോ അല്ലെ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ടെന്നോ അങ്ങനെയൊന്നും ആരും ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഇപ്പൊ ദുർവ്യാഖ്യാനത്തിന്റെ കാലമാണ്. നല്ല മനസ്സ് പലർക്കും കുറവാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ പരസ്പരം തെറ്റിദ്ധരിക്കരുത്, പരസ്പരം കുറ്റം പറയരുത്, ആരും ആരെയും കുറ്റം പറയരുത്. കുറ്റം ചെയ്താൽ പോലും അത് പറയാൻ പാടില്ല. കുറ്റം ചെയ്തവനെ സ്വകാര്യത്തിൽ വിളിച്ച് ഉപദേശിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഓരോരുത്തർക്ക് എന്തുണ്ട് കുറ്റം എന്ന് എങ്ങനെ ചുഴന്നന്വേഷിച്ച് പിടിച്ച് വാചകങ്ങളൊക്കെ വെട്ടിമുറിച്ച് എന്നിട്ട് എല്ലാവരെയും കുറ്റം പറയലാണ് പലരും വലിയ സൽക്കർമ്മമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവർക്കൊക്കെ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഒരാളെ സംബന്ധിച്ച് ഒന്ന് കേട്ടാൽ അവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇൻജാക്കും ഫാസിഖും ബിനബൈൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾ അതിന്റെ വിശദീകരണം തേടണം, തെളിവ് നോക്കണം. തെളിവുണ്ടോ, സാക്ഷിയുണ്ടോ എന്നൊക്കെ നോക്കണം. അല്ലാതെ നിങ്ങൾ ഒരാളെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞു പോയാൽ നിങ്ങൾ പിന്നീട് ഖേദിക്കേണ്ടി വരും. അതിനാൽ ആരെയും അങ്ങനെ ആക്ഷേപിക്കാനും കുറ്റം പറയാനും പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബുഹ്താനി തരീഖത്തിന്റെ ആളുകൾ, അതേപോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, അവരുടെ പരിപാടി ആലിമീങ്ങളെ ക്ലിപ്പ് മുറിക്കുക, അതിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ മുറിച്ചിട്ട് ആളുകളോട് ഉദാഹരണം പറയാം. ഞാൻ പ്രസംഗിക്കുമ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ പ്രസംഗത്തിൽ പലപ്പോഴും അജ്മീറിൽ പോയിട്ട് സിയാറത്ത് ചെയ്യുക, ഉള്ളാളത്ത് പോയിട്ട് സിയാറത്ത് ചെയ്യുക, മമ്പർത്ത് പോയിട്ട് സിയാറത്ത് ചെയ്യുക, അങ്ങനത്തെ മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രചോദനം നൽകി പ്രസംഗിച്ചവനാണ് ഞാൻ. അത് എന്നെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ ഈ അടുത്തും അൽഹംദുലില്ലാഹ് ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹുവിനെ ഈജിപ്തിൽ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ഐനി റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. നഫീസത്തുൽ ബസ്രി റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഈജിപ്തിൽ പോയപ്പോൾ അങ്ങനെ ഒരുപാട് വലിയ വലിയ മഹാന്മാരെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് ഞാൻ ജോർദാനിൽ പോയിരുന്നു. ജോർദാനിൽ ചെന്നപ്പോൾ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു നമ്മുടെ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. സ്വർഗത്തിലാണെന്ന് നബി തങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞു സഹാബിയാണ്. മഹാനവറുകൾ പ്ലേഗ് രോഗം കൊണ്ട് വഫാത്തായി പോയ ഷഹീദാണ്. മഹാനവറുകളെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹദീസിലൊക്കെ ധാരാളം വരുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, യാ മുആദ് ഇന്നി ഉഹിബ്ബുക, മുആദ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അബൂ മുആദ് റളിയല്ലാഹു അൻഹു നബിയെ തങ്ങളെ ഞാനും സ്നേഹിക്കുന്നു. അപ്പൊ പറഞ്ഞു, എന്നാൽ നിന്നോട് ഞാൻ പറയുന്നു, നീ ഏത് നിസ്കാരത്തിന്റെ ശേഷവും അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അതെല്ലാ നിസ്കാര ശേഷവും ചൊല്ലണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതിന് മുആദ് റളിയല്ലാഹു അൻഹു അത് ചൊല്ലി. ആ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജാറം സിയാറത്ത് ചെയ്യാൻ ഇനി അടുത്ത് പോയി ജോർദാനിൽ. അവിടെ ചെന്നപ്പോ എന്റെ മക്കളും അതുപോലെ ജോർദാനിലുള്ള എന്റെ ഒരു സുഹൃത്തും ഒരു എഞ്ചിനീയറും ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളും ഞാനും ഇവിടെ മുമ്പ് സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അന്ന് ഉസ്താദ് അവറുകൾ ഈ മഖ്ബറയുടെ അടുത്ത് നിന്ന് മുആദ് റളിയല്ലാഹുവിന്റെ സമീപത്ത് നിന്ന് എനിക്ക് ആ ഹദീസ് മഹബ്ബ
ഹദീസുൽ മുസൽസലു ബിൽ മഹബ്ബ എന്ന് പറയും. ഇന്നി ഉഹിബ്ബുക എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ആ ഹദീസ് ഉസ്താദ് ഇവിടെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വെച്ച് എനിക്ക് ഉസ്താദ് ആ ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഇനി ഒരു അവസരം നിങ്ങൾക്ക് കിട്ടൂല, നിങ്ങൾക്കും ഞാൻ ആ ഹദീസ് മുസൽസലായ ഹദീസ് ഇവിടെ വെച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മൾ മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നതിന് അങ്ങേയറ്റം സ്ഥാനം കൽപ്പിക്കുന്നവരാണ്. അതിൽ ഒരാൾക്കും, ഒരു മുസ്ലിമിനല്ല ഒരു ഹൈന്ദവന് പോലും സംശയം ഉണ്ടാവില്ല. പക്ഷെ നമ്മളിപ്പെങ്ങും പ്രസംഗിക്കുമ്പോൾ ചിലപ്പോ പറയും, ഉള്ളാളത്തേക്ക് പോകുന്ന സമയത്ത് സിയാറത്തിന് പോവാണെന്ന് പറഞ്ഞ് നിസ്കാരം കളാക്കാൻ പാടില്ല, അല്ലെ അജ്മീറിൽ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് സുജൂദ് ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ അവിടത്തേക്ക് പോകുമ്പോൾ നിസ്കാരങ്ങളാക്കാൻ പാടില്ല. അപ്പൊ പറയുന്ന സമയത്ത് ഈ പറയുന്ന വാചകം തീർത്തും കേൾപ്പിക്കാതെ ഒരുത്തൻ, അതാ നിങ്ങൾ അജ്മീറിൽ പോയിട്ട് എന്താ കാര്യം, നിസ്കാരമൊന്നുമില്ലാതെ എന്ന് ചോദിക്കുമ്പോ അജ്മീറിൽ പോയിട്ട് എന്താ കാര്യം, അടാൻ കട്ട് ചെയ്യാൻ പ്രസംഗം അവിടെ കട്ട് കേട്ടോ, പേരോട് ഇപ്പോ അജ്മീറിൽ പോയിട്ട് എന്താ കാര്യം എന്നാ പറയുന്നത് എന്ന് പറയും. ഇങ്ങനത്തെ ബുഹ്താനി തരീഖത്തുകാരൻ, അത്തരം ബുഹ്താനി തരീഖത്തുകാരും അല്ലാത്ത കക്ഷികളും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ആശയം, ഇത് കളിയും തമാശയുമല്ല. അള്ളാഹുവിന്റെ ദീൻ കളിയും തമാശയുമല്ല. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറാ, ഏത് മനുഷ്യനും അവനവൻ പ്രവർത്തിച്ചത് അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും. ആ ദിവസം ഖേദിച്ചതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا. തെറ്റുകൾ പ്രവർത്തിച്ചവൻ ആ ദിവസത്തിൽ പടച്ചവന്റെ കോടതിയിലെത്തുമ്പോ ആ തെറ്റും ഞാനുമായി എത്ര അകലമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഖേദിച്ച് ചിന്തിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ കുറിച്ച് എല്ലാവർക്കും നല്ല ബോധം വേണം. ദുർവ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ ദുഷ്പ്രചരണങ്ങളും അതുകൊണ്ടൊന്നും പടച്ചവന്റെ അടുക്കൽ ഒരാളും ആഖിറത്തിൽ രക്ഷപ്പെടൂല. പക്ഷേ ഞാൻ പണ്ഡിതന്മാർ അവരെ ഉപദേശിക്കാൻ ആളല്ല. അതേ സമയത്ത് നമ്മുടെ ശിഷ്യന്മാരടക്കമുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, അവരോട് പറയട്ടെ, ഖുർആൻ നമ്മൾ അടിക്കടി പഠിപ്പിച്ച ഒരു വിഷയമുണ്ട്. അതെന്താണ്? വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശത്തിൽ, മകനോടുള്ള ഉപദേശത്തിൽ കാണാം, മോനെ അഖിമിസ്സലാ, നിസ്കാരം ഉറക്കെ നിർവഹിക്കണേ. അതിന്റെ പുറമെ വഅ്മുർ ബിൽ മഅറൂഫ്, നല്ല കാര്യം കൽപ്പിക്കണേ. വഅൻഹ അനിൽ മുൻകരി, തെറ്റായ കാര്യങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ വിരോധിക്കണേ. അത് പറഞ്ഞ ഉടനെ അല്ലാഹ് പറയാണ്, ലുഖ്മാനുൽ ഹകീമിന്റെ ഉപദേശം അല്ലാഹ് എടുത്തു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേ വസ്ബിർ അലാ മാ അസാബക്, നീ കൃത്യമായി നിസ്കരിച്ചും അതുപോലെ തന്നെ ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തും തെറ്റായ കാര്യം തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തും ജീവിക്കുമ്പോൾ നിന്റെ കുറ്റം പറയാൻ കുറെ ആളുകൾ ഉണ്ടാകും, നിന്നെ കല്ലെടുത്തെറിയാൻ ആളുണ്ടാകും, നിന്നെ ആരോപിക്കാൻ ആളുണ്ടാകും, നിന്റെ കിതാബുകളിൽ കടത്തി കൂട്ടാൻ ആളുണ്ടാകും. മഹാനായ അബ്ദുൽ വഹാബ് ശറാനി തങ്ങൾ പറഞ്ഞില്ലേ, മഹാനവറുകളെ കിതാബ് എടുത്തിട്ട് അതിൽ കുറെ മഹാനവറുകൾ എഴുതാത്തത് കൂട്ടിച്ചേർത്ത് കൊടുത്തു. എന്തിന്? അബ്ദുൽ വഹാബ് ശറാനി റളിയല്ലാഹു അൻഹുവിനെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ.
ഇങ്ങനെ ചെയ്യുന്ന ജനങ്ങളുണ്ടാകും ഇൽമ് പറയുന്ന സമയത്ത്. അതുപോലെ ജനങ്ങൾ അതാ ഒരു പണ്ഡിതന്റെ വാക്കുകൾ കേട്ട് ജനങ്ങൾ ഹിദായത്താകുന്നുണ്ടെന്ന് കാണുമ്പോൾ ശൈത്താനിന് അത് ഇഷ്ടപ്പെടൂല. അപ്പൊ ശൈത്താൻ അവന്റെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും, ആ പണ്ഡിതനെ കുറിച്ചുള്ള മതിപ്പ് ഇല്ലാതെയാക്കണം, ആ പണ്ഡിതനെ കുറിച്ചുള്ള ബഹുമാനം ഇല്ലാതെയാക്കണം. അങ്ങനെയാണ് അബ്ദുൽ വഹാബ് ശഅറാനി തങ്ങളെ കുറിച്ച് ജനങ്ങൾക്കുള്ള മതിപ്പ് നഷ്ടപ്പെടുത്താൻ കിതാബ് എടുത്തിട്ട് അതിൽ കൂട്ടിച്ചേർത്ത് കൊടുത്തു തെറ്റായ ആശയങ്ങൾ. എന്തിനാണത്? ഈ മഹാനെ സംബന്ധിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ്. ഇതുപോലെ സുഹൃത്തുക്കളെ പലരും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അവിടെ ഒന്നും തന്നെ കേൾക്കുന്നതൊക്കെ വിശ്വസിക്കുന്നവരായി പോകാൻ പാടില്ല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, മനുഷ്യന്റെ ഇസ്ലാം നന്നായാൽ തർക്കുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്തതെല്ലാം അവൻ കൈയൊഴിക്കും, ആവശ്യമുള്ളതിൽ മാത്രം അവൻ ഇടപെടും. അതാണൊരു ശരിയായ മുസ്ലിമിന്റെ സ്വഭാവം. ഓ സുഹൃത്തുക്കളെ, കഫാ ബിൽ മർഇ കദിബൻ, പലപ്പോഴും കളവായി പോകും. അതേ അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേൾക്കുന്നതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കളവായി പോകും. ഒരു വിഷയത്തിന്റെ നിജസ്ഥിതി ശരിക്ക് പഠിക്കാതെ മനസ്സിലാക്കാതെ പറയാൻ പാടില്ല.